അതിൽപ്പെട്ട കഴിഞ്ഞ ദിവസമേ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ആറന്മുളയിൽ വീണ ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കുമെന്ന് പറയുന്നു. അതുപോലെ KE ജനീഷ് കുമാറിനെ കോന്നിയിൽ മത്സരിപ്പിക്കുമെന്ന് പറയുന്നു. CPM-ന്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്ന രീതി ഒരു കീഴ്വഴക്കമില്ല, ശരിയായ നടപടിയല്ല. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിനെ ഏത് തരത്തിൽ വിലയിരുത്താം? ഇതിന് ഈ സംഭവത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ട് പേരുകാര്, ഈ പറയുന്ന ആറന്മുളയിലെ സ്ഥാനാർത്ഥി വീണ ജോർജും കോന്നിയിലെ ജനീഷ് കുമാർ, ഇവർ രണ്ടുപേരും CPM-ന്റെ പത്തനംതിട്ട ഘടകത്തിന് ഒട്ടും തന്നെ അഭിമതരല്ലാത്ത വ്യക്തിത്വങ്ങളാണ്. ജനീഷ് കുമാറിന്റെ കാര്യത്തിൽ പിന്നെയും ഒരു പരിധി വരെ ചിലപ്പോൾ ഒരു കോംപ്രമൈസിന് പാർട്ടി അംഗങ്ങൾ, ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏരിയ കമ്മിറ്റി അംഗമോ DYFI-ലെ നേതാവൊക്കെ ആയിരുന്ന ആളാണ്. വളരെ നല്ല പ്രതീക്ഷയോടെ അവർ നിർത്തിയ ഒരു നേതാവാണ്. 2019 നിയമസഭാ ബൈ ഇലക്ഷനിൽ അടൂർ പ്രകാശിൽ നിന്ന് സീറ്റ് പിടിച്ചത്. പക്ഷേ ആറ്റിങ്ങലിലേക്ക് പാർലമെന്റ് പോയപ്പോൾ കോന്നി സീറ്റ് പിടിച്ചെടുത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളാണ് ജനീഷ് കുമാർ. നല്ല സ്വീകാര്യനായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിനെതിരെ അത്ര കണ്ടൊരു നല്ല അഭിപ്രായമില്ല. ഒന്ന്, കോന്നിയെ സംബന്ധിച്ച് കോന്നിക്ക് പത്തനംതിട്ടക്കാരുടെ കോന്നി അടൂർ പ്രകാശ് സമം കോന്നി. അടൂർ പ്രകാശ് മത്സരിക്കാൻ പോകുമ്പോൾ കോന്നിയിൽ ഇനി ആര് നിന്നാലും ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് മറ്റൊരു വശമാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ മറ്റൊരു വശമാണ്. അപ്പൊ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ CPM-ന്റെ പല കമ്മിറ്റികൾക്കും, അതായത് ജില്ലാ കമ്മിറ്റി മുതൽ അങ്ങേയറ്റത്തെ പല ബ്രാഞ്ച് കമ്മിറ്റികൾക്കും ഒക്കെ എടുക്കുമ്പോൾ അദ്ദേഹത്തിനോടൊരു താല്പര്യമില്ലായ്മയായിട്ടൊക്കെ കാണും. പല വിവാദങ്ങളും അദ്ദേഹത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ പോയൊക്കെ വളരെ ആക്രോശിച്ച് പോലീസുകാരോടൊക്കെ സംസാരിച്ച രംഗമൊക്കെ വൈറലായതും നമുക്ക് ഓർമ്മ. അപ്പോ അത് ഒരു വിഷയം അദ്ദേഹത്തിനെതിരെ. അത് ഈ തുഫീൽ പറഞ്ഞ പോലെ അതൊന്നും രാജു അബ്രഹാം ഒന്നും പറയേണ്ട കാര്യമൊന്നുമല്ല. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ നിറയെ സംവിധാനങ്ങളുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോഴും ഇതിനുള്ളത് ഒരു ഇതേപോലെ തോന്നിയതൊന്നും പറയാനും ഈ പാർട്ടിക്കകത്ത് പറ്റത്തില്ല. CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ്. ഇപ്പോഴും കുറച്ചെങ്കിലും അച്ചടക്കം ഈ പാർട്ടിയിൽ ബാക്കി നിൽക്കുകയാണ്. ഒരുപാട് അച്ചടക്കമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറമേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ അങ്ങനെ വലിയ അച്ചടക്കമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇനി ആറന്മുളയിലെ കാര്യം എടുക്കുമ്പോൾ വീണ ജോർജ് ഈ സർക്കാരിൽ ഏറ്റവും കൂടുതൽ ദോഷപ്പേരുണ്ടാക്കി വെച്ചൊരു കഥാപാത്രം, ഏറ്റവും കൂടുതൽ ദോഷപ്പേര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആരോഗ്യവകുപ്പ് കേരളം കണ്ട ഏറ്റവും മോശക്കാരി എന്ന് അദ്ദേഹം വനിതയായതുകൊണ്ട് മോശക്കാരി എന്ന് പറയുന്നത്, ഏറ്റവും ഒരു ഭരണ നൈപുണ്യവും ഇല്ലാത്ത ഒരു MLA ആണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ഒരിക്കൽ കൂടെ ഈ രണ്ടാം ടേം വ്യവസ്ഥയിൽ ഇവരെല്ലാം കയറിപ്പോകും എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളാണ്. രണ്ടാമതൊരു ടേം കൊടുക്കും എന്നൊക്കെ പറയുന്നത്. കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടിയുടെ പാർട്ടി നിയോഗിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി ജയിച്ചു കഴിയുമ്പോൾ കൈവെക്കേണ്ട ആൾക്കാരിൽ ഒരു MLA കൂടെ അദ്ദേഹത്തിന് അങ്ങനെ കൈവെക്കാൻ ആള് വേണം. കാര്യം MLA-മാരെ എണ്ണവും എടുക്കുമല്ലോ, എത്ര പേര് പറയുന്നത് എന്നുള്ളത്. പാർട്ടി പറയുന്നത് MLA-മാര്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി കൈവെക്കാൻ ഒരു MLA ആണ് വീണ ജോർജ്. പക്ഷെ വീണ ജോർജിനെ കഴിഞ്ഞ തവണ ജയിപ്പിച്ചത് പോലും വളരെ പണിപ്പെട്ടാണ്. പത്തനംതിട്ട പോലൊരു സ്ഥലത്ത്, ആറന്മുള പോലെ ഒരു സ്ഥലത്ത് കോൺഗ്രസിനൊക്കെ വളരെ വേരോട്ടം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പത്തനംതിട്ട കോൺഗ്രസിന് വളരെ വേരോട്ടമുള്ളൊരു സ്ഥലമാണ്. അവിടെ അവർ ജയിപ്പിച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് പാർട്ടി അണികൾ. അപ്പൊ രണ്ടാമത് ഒരിക്കൽ കൂടെ അവരെ കൊണ്ട് കെട്ടി ഇറക്കുകയാണ് ചെയ്തത്. അവിടെ പാർട്ടിയിലെ ആൾക്കാരില്ലാത്തതുകൊണ്ടല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഉദയഭാനു എന്ന് പറയുന്ന പിന്നെ വേറെ കാര്യം ആയിക്കോട്ടെ, ഈ ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം വളരെ കെടുകാര്യസ്ഥയുടെ അങ്ങനെ ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ഇത്ര കണ്ട് ധാർഷ്ട്യവും കാര്യമൊന്നും. കാരണം ഞാനിപ്പോ ഓർക്കുന്നു, ഇവര് അധികാരത്തിലേറുന്ന സമയത്ത്, അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് മീഡിയ വൺ ചാനൽ നടത്തിയ അവിടുത്തെ സീനിയർ ജേർണലിസ്റ്റുകൾ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിൽ രാജീവ് ശങ്കറിനും രാജീവ് ദേവരാജും പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേ വൺ, അതായത് അധികാരത്തിലെത്താൻ ഡേ 1 മുതൽ, അന്ന് ഈ കോവിഡ് സമയമായിരുന്നല്ലോ, രണ്ടാം പിണറായി സർക്കാർ കയറുന്ന സമയത്ത് കോവിഡ് സമയത്തിൽ ഡേ 1 തൊട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു വകുപ്പായിരിക്കും ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോ ഈ ഒരു പത്രപ്രവർത്തകയായിരുന്ന ഒരു വനിത, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാല് നമ്മള് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു പഴയ പത്രപ്രവർത്തകനാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്നത്. ഒരു പത്രപ്രവർത്തക മന്ത്രിയാകുമ്പോൾ സാധാരണ ഈ നമ്മുടെ സമൂഹത്തിലെ ജനം എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷിക്കും. ഇപ്പൊ ഇവരൊരു ആങ്കർ പോസ്റ്റിൽ ഇരുന്ന ഒരു വനിതയാണ്. ചീഫ് എഡിറ്റർ റാങ്കിൽ വരെ ഇരുന്ന ചില പൂട്ടിപ്പോയ ഒരു ചാനലിലൊക്കെ ഇവര് TV ന്യൂ എന്ന് പറഞ്ഞൊരു ചാനൽ, ഇന്ത്യ വിഷനില് അവര് ആങ്കർ മാത്രമല്ല
എഡിറ്റോറിയൽ രംഗത്ത് ഒരു നല്ല പദവി അലങ്കരിച്ചിരുന്ന ഒരു വനിതയാണ്. ഏറ്റവും നന്നായിട്ട് അവരുടെ ആ ജോലി കൈകാര്യം ചെയ്ത് ഡിബേറ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോയതാണ്. അപ്പൊ ജനം പ്രതീക്ഷിക്കുന്നു, ജനത്തിന് ഒരു പത്രപ്രവർത്തകൻ, ഇപ്പൊ ഞാൻ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, എന്നിട്ടും അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അപ്പം ജനം പ്രതീക്ഷിക്കും ഒരു പത്രപ്രവർത്തകയാകുമ്പോൾ സമൂഹത്തിലെ അനീതികളെ വിളിച്ചു പറയുന്ന, അതിനെ ഖണ്ഡിക്കുന്ന ഒരാളെന്ന രീതിയിൽ ജനം പ്രതീക്ഷിച്ചു. പക്ഷെ അവരുടെ പ്രതീക്ഷയൊക്കെ നേരെ വിപരീതമായി. ഫോണിൽ വിളിച്ചാൽ പോലും ഒരു MLA യോ സ്പീക്കറോ പോലും വിളിച്ചാൽ പോലും കിട്ടാത്ത, ഫോണിൽ പോലും അപ്രാപ്തിയായ ഒരു വനിതാ CPM-ന്റെ വനിതാ നേതാവും ഒരു മന്ത്രിയുമായിരുന്നു അവര്. നമ്മളൊക്കെ ഇവരൊരു മാധ്യമ ജീവനക്കാരി എന്ന രീതിയിൽ നമ്മളൊക്കെ അവർക്കൊപ്പം ജോലി ചെയ്തവരാണെങ്കിൽ പോലും നമ്മളിൽ ഒരു വ്യക്തിയും അവരോട് ഒരു ആവശ്യം ഉന്നയിച്ച് പോയി കണ്ടതായിട്ട് എൻ്റെ അറിവിലില്ല. ആരോഗ്യവകുപ്പിലെ നിരവധി വിഷയങ്ങൾ നമുക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവും. ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ തീയതി നീട്ടി കിട്ടുന്നതിനൊന്ന് പറയാനോ അങ്ങനെ നമ്മൾ ആരും തന്നെ അവരെ കാണാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത്. ഞാൻ പോലും അവരുടെ ഒരു ആവശ്യത്തിന് പോലെ, കാര്യം നമ്മളൊക്കെ ഒരു പ്രസ്ഥാനത്തിൽ കുറച്ചു നാളെങ്കിലും ജോലി ചെയ്ത ആൾക്കാർ, അത് അവിടെ നിന്നോട്ടെ. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവര് ഒരു വല്ലാത്ത അഹങ്കാരത്തിലേക്കൊക്കെ പോയി. അത് നമ്മൾ ഈ പറയുന്ന പോലെ അവർക്ക് വീണ് കിട്ടിയ ഒരു വല്ലാത്ത ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇവർക്ക് ഈ സീറ്റ് ശരിയാക്കി കൊടുത്തത് തന്നെ മുഹമ്മദ് റിയാസ് ആണ്, ഇടപെട്ടാണ് ഇവർക്ക് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന മന്ത്രിപദത്തിലേക്ക് വരുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് മുഹമ്മദ് റിയാസ് വഴിയാണ് ഒരു മന്ത്രിയാകുന്നതെന്നൊക്കെയാണ് പാർട്ടിക്കകത്തുള്ള അരമന രഹസ്യമാണ്, അത് അങ്ങാടിപ്പാട്ടുമാണ്. ഏതായാലും ഇനി ഒരിക്കൽ കൂടി ഇവരെ ചുമക്കാൻ വയ്യ എന്ന് പാർട്ടിയുടെ താഴെ ഘടകം മുതൽ മേലെ ഘടകം വരെ പോയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പാർട്ടിയുടെ താഴെ ഒരു ബ്രാഞ്ച് മുതൽ സംസ്ഥാന ഘടകം വരെ പോയിട്ടുണ്ട്. എന്തർത്ഥത്തിൽ രാജു എബ്രഹാം ഇത് പറഞ്ഞു? അപ്പൊ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് അർത്ഥം. സംസ്ഥാന കമ്മിറ്റി ചുമ്മാ എന്ന് തിരിച്ചു ചോദിക്കുകയൊന്നുമില്ല. രാജു എബ്രഹാമിന് ഒരു നിയുക്തമായ ഒരു പോസ്റ്റ് ഇരിക്കുന്ന ഒരാളാണ്. ആ പറഞ്ഞതിൽ ഒരു തെറ്റ് ഉണ്ട്, തിരുത്തണം. രാജു എബ്രഹാം ബോധപൂർവം പറഞ്ഞതായിരിക്കണം എന്നില്ല, അങ്ങനെ ആയിരിക്കണം എന്നില്ല. പാർട്ടി 2 ടേം എന്നൊക്കെ പറഞ്ഞപ്പോ ക്യാമറ കണ്ടപ്പോഴും ചാനൽ കണ്ടപ്പോഴും അറിയാതെ ചാടി വീണ് ലോ സ്റ്റോക്ക് ആയിപ്പോയതാണ്. അതോ ഇനി പാർട്ടിക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ട്, ആ അജണ്ട മുൻപേ പൊളിച്ച് അതിനി ഇവിടെ സംസാരിക്കണ്ട എന്നൊരു താക്കീതാണോ എന്നറിയില്ല. ഏതായാലും ഒരു ടേം കൂടെ ഇവർ മത്സരിക്കുന്നത് ഇവർക്കൊരു പരീക്ഷണമായിരിക്കും. ഇവരങ്ങനെ ഈസി ആയിട്ട് ജയിച്ച് വരത്തില്ല. ആറന്മുള പോലൊരു സ്ഥലത്ത് കേരളത്തിലെ സംസ്ഥാനത്തുടനീളം എന്തിനും മെഡിക്കൽ കോളേജിൽ അവസാനം നമ്മുടെ ആറ്റിങ്ങല് കൊല്ലംകാരനായ ഒരു ജ്യേഷ്ഠന്റെ മരണം, വേണു എന്നൊരു ജ്യേഷ്ഠന്റെ മരണവും ഇന്ന് അതിന് റിപ്പോർട്ടൊക്കെ വന്ന ദിവസം രാവിലെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കെടുകാര്യസ്ഥത അങ്ങേ അറ്റമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാണിച്ചത്. നിരവധി പേരുടെ ജീവനും, അതായത് ആരോഗ്യവകുപ്പിൽ ഇത്രയും, അതായത് ഓപ്പറേഷൻ നടത്തിയതിന്റെ തിരുവനന്തപുരത്ത് ജില്ലാശുപത്രിയിൽ തൈറോയിഡിന് ഓപ്പറേഷനോ മറ്റോ കഴിഞ്ഞിട്ട് ഈ ആശുപത്രി ഉപകരണങ്ങൾ വെച്ച് തുന്നിക്കെട്ടി അതിന്റെ പേരിൽ അതിനിപ്പോ അടുത്ത കേസും കോടതിയായിട്ടൊരു ഒരു യുവതിയുടെ ഒരു വിഷയമുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ കെടുകാര്യസ്ഥതയുടേതായിട്ട് ഈ സർക്കാരിന് ഏറ്റവും മോശപ്പേരുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. പിന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്ന അവസരം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം കത്തി നിൽക്കുന്ന ഒരു ജില്ലയാണ്. 2, CPM-ലെ ഏറ്റവും അവരുടെ CPM കുടുംബം തന്നെ ആയിട്ടുള്ള നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം ആ പത്തനംതിട്ട ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവും തമ്മിൽ തെറ്റിയതായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അന്ന് ഉദയഭാനു എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു. ആ ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന ഘടകത്തിൽ നിന്ന് ശരിക്കും അവർക്ക് അവരുടെ താക്കീതും അദ്ദേഹത്തിനെ ശരിക്കും അങ്ങനെയൊക്കെ അദ്ദേഹം ആ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനാ തത്വങ്ങൾ വിട്ടു എന്ന് പറഞ്ഞ് പഴികേക്കപ്പെട്ട ഒരാളാണ് ആര്? ഈ പറയുന്ന ഉദയഭാനു എന്ന് പറയുന്ന പഴയ സെക്രട്ടറി. അപ്പൊ അവിടെ തന്നെ ഈ രാജു എബ്രഹാം 2 തവണയിലധികം MLA ആയ ആളാണ്. അദ്ദേഹം കോൺഗ്രസ് കുടുംബാംഗമാണ്, ഒരു പഴയ കോൺഗ്രസ് കുടുംബാംഗമൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഇത്രയും പറയാനുള്ളൂ. പിന്നെ 2, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ജയിലിലുള്ള പത്മകുമാർ പത്തനംതിട്ട ജില്ലക്കാരനാണ്. പത്മകുമാറിനെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാറിനെ തരം താഴ്ത്തി അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇപ്പൊ ജയിലിലാണ് പത്മകുമാർ. ഈ പത്മകുമാർ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം ഇപ്പൊ വെറുമല്ല ജില്ലാ കമ്മിറ്റി അംഗം, അത്ര ചെറിയ പോസ്റ്റ് അല്ല, ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനേക്കാളും പുറകിൽ പാർട്ടിയിൽ വന്ന വീണ ജോർജ് ഇപ്പൊ സംസ്ഥാന സമിതിയിലെ ഷെണിറാവാണ്. അപ്പൊ നമ്മളിപ്പോ അല്പം മുമ്പ് റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഇടത് സഹയാത്രികൻ BJP-യിലേക്ക് പോയി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു അംഗത്വം എന്ന് പറയുന്നതിന്റെ വില പോലും അറിയാത്ത വ്യക്തികളാണ് ഇവരൊക്കെ നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടി വരും. കാര്യം നമ്മളോട് സംസാരിച്ചിട്ടുള്ള ഇടതുപക്ഷ അനുഭാവികൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ ഒരു പാർട്ടി അംഗം എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അഭിമാനമായിരുന്നു. ഒരാൾ എങ്ങനെയാണ് പാർട്ടി അംഗമാകുന്നത്, ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് പാർട്ടി അംഗമാകാനുള്ളത് എന്ന് പാർട്ടി അണികൾ തന്നെ പത്തനംതിട്ടയുള്ളവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വീണ ജോർജ് ഒരു വലിയ സമുദായത്തിന്റെ അംഗമാണ് അവിടുത്തെ.
ആ വലിയ സമുദായത്തിന്റെ വോട്ട് ബാങ്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നത്. പിന്നെ ഇനി വരാൻ പോകുന്ന സർക്കാർ ചിലപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ആരോഗ്യ വകുപ്പിലെ ക്രമക്കേടുകളുടെ ഒരു വലിയ പൊതിക്കെട്ട്, വലിയൊരു ഭാണ്ഡക്കെട്ട് ചിലപ്പോൾ ഇനി അയച്ചു വിട്ടേക്കാം. കാര്യം ഇവര് നീണ്ട 10 കൊല്ലം ഭരിച്ചവരാണ്. ഇനി ഏതെല്ലാം വിഭാഗത്തിൽ, ഇനി ഇവരുടെ ടൈമിൽ എന്തുമാത്രം ആരോഗ്യ വകുപ്പിൽ കെടുകാര്യസ്ഥത, അത് പിന്നെ കൈക്കൂലിയായിട്ടും അല്ലാതെ ഒക്കെ കിട്ടിയെന്ന് പറയുന്ന കഥകൾ കേട്ട ചിലപ്പോൾ കേരളം ഞെട്ടും. ഇനി അടുത്ത ഭരണം മറ്റൊരു ഭരണമാണ് വരുന്നതെങ്കിൽ. അപ്പോ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. പത്തനംതിട്ട CPM പാർട്ടിക്കകത്തുള്ള അതിഭീകരമായ വിഴുപ്പലക്കൽ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. ഒരു വേള ഇവരെ വീണ്ടും കെട്ടിയിറക്കിയാൽ ഞങ്ങളെയൊന്നും വർക്ക് ചെയ്യാൻ കിട്ടത്തില്ല എന്ന് പച്ചയ്ക്ക് പറയുന്ന തരത്തിലാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ജില്ലാ ഘടകത്തെ അറിയിച്ചത്. അതുപോലും വകവയ്ക്കാതെ രാജു എബ്രഹാം ഇവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതൊരു ഗോപ്യമായി അങ്ങ് പ്രസ്താവനയിലൂടെ അങ്ങ് പറഞ്ഞ് പിന്നെ പാർട്ടിയുടെ ഒരു ഓർഡർ ആകുമ്പോൾ അനുസരണമുള്ളവരായിട്ട് പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞതിനെ എതിർത്തവർ പറയുമ്പോൾ ഇനി ഇവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കല് പാർട്ടിക്കകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാകും. കാര്യം അവർക്ക് താല്പര്യമില്ല എന്നുള്ളവർ ബെന്യാമിനൊക്കെ മത്സരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ. ഏതായാലും പാർട്ടിയുടെ കീഴ്ഘടകത്തിൽ ആർക്കും തന്നെ താല്പര്യമില്ല എന്നുള്ളത് അവർ പറയാതെ പറയുകയായിരുന്നു. ഈ വിവരം അവിടെ ചെവിയിൽ എത്തുന്നത്, സംസ്ഥാന ഘടകത്തിൽ എത്തുന്നതും ഇദ്ദേഹത്തിന് വിശദീകരണം ചോദിച്ചിരിക്കുന്നതും. അപ്പോ നമുക്ക് കാത്തിരിക്കാം. വീണ ജോർജിനെ സ്ഥാനാർത്ഥി ആക്കണോ വേണ്ടേ? ചിലപ്പോൾ ഗോപ്യത്തിൽ അങ്ങ് ഒരു കെട്ടി ഇറക്കുമായിരുന്നു. അനുസരണയോടുകൂടി പാർട്ടി അണികൾ നിങ്ങൾ പ്രവർത്തിച്ചേ പറ്റി, ഞങ്ങൾ പറഞ്ഞ കേട്ടാ മതി എന്ന് പറയുന്നത്. കാരണം പാർട്ടി അണികൾ ഈ വോട്ട് ചെയ്യുന്നവർ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. കാര്യം ഇവർക്ക് വലിയ സമുദായത്തിന്റെ അംഗമാണ്. ഇവ സംസ്ഥാന സമിതിയിലെ അംഗമാണ്. സംസ്ഥാന സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ അവന്റെ ആയുസിൽ എത്ര നാൾ വർക്ക് ചെയ്താൽ അവനൊരു സംസ്ഥാന സമിതി അംഗമാവും? അതൊക്കെ ഇവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അഭിനവ കമ്മ്യൂണിസത്തിൽ ഇതുപോലെ ഇതിന്റെ അപ്പുറം നടക്കുമെന്നും അവർക്ക് സാധാരണക്കാർക്കൊക്കെ അറിയാം. എന്ത് കമ്മ്യൂണിസം എന്നല്ല സാധാരണക്കാർ അറിയില്ല. അത് തന്നെയാണ്. അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം. ഇത് വെറുതെ ഒരു താക്കീതല്ല. ഇതുപോലെ പലരും മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നേമത്ത് ശിവൻകുട്ടി മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നേരത്തെ മത്സരിക്കും. അതിനെ തിരുത്താനും പാർട്ടിക്ക് അത് ഏറ്റവും അടിയാണ്. കാര്യം പാർട്ടിക്ക് വേറൊരു ചോയ്സ് അവിടെ ഇല്ല. ശിവൻകുട്ടി അല്ലാതെ വേറൊരു ചോയ്സ് തിരുവനന്തപുരത്ത് നേമത്തില്ല. അപ്പൊ അദ്ദേഹത്തിന് മത്സരിച്ചു 40 കൊല്ലം ഏതായാലും തിരുത്തേണ്ടി വന്നു. 40 കൊല്ലമായിട്ട് ഞാൻ പാർട്ടി പറയുന്നത് അനുസരിച്ചിട്ടുള്ള ഞാൻ അനുസരിക്കുന്ന അദ്ദേഹം പറയേണ്ടി വന്നു. അപ്പോ നമുക്ക് കാത്തിരിക്കാം. ആറന്മുളയിൽ വീണ ജോർജിനെ കെട്ടി ഇറക്കിയാൽ ഞങ്ങളെയൊന്നും വർക്ക് ചെയ്യാൻ കിട്ടില്ല എന്നാണ് ഈ പറയുന്ന രീതിയിൽ അവിടെ നിന്ന് ഇത്തരത്തിൽ സംസ്ഥാന സമിതി രാജു എബ്രഹാമിനോട് വിശദീകരണം തേടുമ്പോൾ സാധാരണക്കാരായ നമുക്ക് മനസ്സിലാകുന്ന അണികൾ, അങ്ങനെ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം.